ഹലോ എവ്രി വൺ, നിർവാണയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലും അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് വൊക്കാബുലറീസ് ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള വേർഡിൽ തന്നെ തുടങ്ങാം. ഒന്നാമത്തെ വേർഡ് എന്താണ്? ഫിലാൻട്രോപിസ്റ്റ്. ആരാണ് ഫിലാൻട്രോപിസ്റ്റ്? ആ, ലവർ ഓഫ് മാൻ കൈൻഡ്. ഫിൽ എന്ന് പറയുന്ന ഒരു റൂട്ട് വേർഡ് നോക്കുക. ഫിൽ അല്ലെ, ഫിലിക്ക് എന്നൊക്കെ പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം? ലവ് അല്ലെങ്കിൽ ഇഷ്ടം അല്ലെ, ലവർ. ഹൈഡ്രോഫിലിക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വാട്ടർ ലവിങ്. അതുപോലെ ഫിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവിങ് എന്നാണ് അർത്ഥം. ആൻഡ്രോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം എന്താണ്? ആൻഡ്രോ. ആൻഡ്രോ എന്ന് പറഞ്ഞാല് മാൻ, റിലേറ്റിംഗ് ടു മാൻ ആണ് ആൻഡ്രോ. അപ്പോ ഫിലാൻട്രോപിസ്റ്റ് ആരാണ്? ആ, മനുഷ്യന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ് ഫിലാൻട്രോപിസ്റ്റ്. ഓക്കെ, ഇവിടെ മദർ തെരേസയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അവര്? ഇങ്ങനത്തെയുള്ള ആൾക്കാരുടെ സ്വഭാവം എന്ന് വെച്ചാല് അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവും അവർ ഒരിക്കലും നോക്കില്ല. ബാക്കിയുള്ളവരെ എങ്ങനെ സഹായിക്കാം, ഓക്കെ, ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യാനൊക്കെ ഇവർ മുൻപന്തിയിൽ ഉണ്ടാവും. അപ്പം മനുഷ്യരാശിയെ സംരക്ഷിക്കാനും അവർക്ക് തണലൊരുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫിലാൻട്രോപിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ആരാണ് മിസാൻട്രോപിസ്റ്റ്? ഫിലാൻട്രോപിസ്റ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. മിസ് എന്ന് പറഞ്ഞാല് ഇഷ്ടമല്ല എന്നാണ് മിസ്. ഓക്കെ, മിസ് ആൻട്രോപിസ്റ്റ് ആരാണ്? മനുഷ്യന്മാരെ ഇഷ്ടമല്ലാത്തവരെ, ഹേറ്റർ ഓഫ് മാൻകൈൻഡ്. അതായത് മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഒരു അർത്ഥവും ഇല്ല, അവര് വെറുതെയാണ്. എന്താണ്? മനുഷ്യന്മാരൊക്കെ വളരെ മോശമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മിസ് ആൻട്രോപിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അടുത്ത വേർഡാണ് ഈഗോയിസ്റ്റ്. ആരാണ് ഈഗോയിസ്റ്റ്? ആദ്യം നമ്മൾ ഈഗോ എന്നുള്ള റൂട്ട് വേർഡിന്റെ അർത്ഥം നോക്കാം. ഈഗോ എന്ന് വെച്ചാൽ ഐ, ഒരു വലിയ ഐ, അതായത് ഞാനാണ് അല്ലെ. ബിലീവ് ഇൻ സെൽഫ് അഡ്വാൻസ്മെന്റ്. ഈഗോയിസ്റ്റ് എപ്പോഴും എന്താ ചിന്തിക്കുക? എനിക്ക് എന്ത് നേട്ടം ഉണ്ടാക്കാം, എവിടെ പോയാലും അവർക്ക് എന്താ, അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യം ഭയങ്കര സെൽഫിഷ് ആയിരിക്കും. എനിക്ക് മാത്രം നേട്ടം ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവർക്ക് എന്ത് വേണേലും വന്നോട്ടെ, കുഴപ്പമില്ല, പക്ഷെ എനിക്ക് എന്തുണ്ടാവണം? നേട്ടം ഉണ്ടാവണം. അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരാണ് ഈഗോയിസ്റ്റ്. നോക്ക്, ഈഗോട്ടിസ്റ്റ് എന്താ? അപ്പം ഈഗോട്ടിസ്റ്റും ഈഗോയിസ്റ്റും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ ഒരൊറ്റ ടീയുടെ വ്യത്യാസം മാത്രമേ അവരുടെ സ്പെല്ലിങ്ങിലുള്ളൂ. പക്ഷെ അവരുടെ മീനിങ്ങിൽ നല്ല വ്യത്യാസമുണ്ട്. ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാല് they always talk about their self accomplishments. ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെയാണ്, ആനയാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നൊക്കെ പറയാ. എപ്പോഴും SP എന്നൊക്കെ നമ്മൾ പറയില്ലേ, വെൽഡൻ വാസനെ പോലത്തെ ആൾക്കാർ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? ഈഗോട്ടിസ്റ്റ് എന്ന് പറയാം. അവർക്ക് എപ്പോഴും എന്താണ്? സ്വന്തം അച്ചീവ്മെന്റ്സിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അടുത്ത വേർഡാണ് മിസോഗിനിസ്റ്റ്. ഓക്കെ, മിസോ നമ്മൾ ഓൾറെഡി കണ്ടു, ഇഷ്ടല്ല അല്ലെ. മിസോ എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടല്ല. ഗൈനി അല്ലെങ്കിൽ ഗൈനിക് എന്നൊക്കെ വരുമ്പം നമ്മൾ എന്തോർക്കണം? അത് വുമൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, വിമൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഗൈൻ എന്ന് വരുന്നത്. അപ്പൊ മിസോഗൈനിസ്റ്റ് ആരാണ്? ഓ, സ്ത്രീകളെ ഇഷ്ടല്ല. ഓക്കെ, സ്ത്രീകളെ അവർക്ക് കണ്ണെടുത്ത കണ്ണൂടാ. അത് എന്തുകൊണ്ടായിരിക്കാം? ഒന്നുകിൽ അവര് വളർന്നു വന്ന സാഹചര്യമായിരിക്കാം, അവരെ വളർത്തിയിട്ടുള്ള ഏതെങ്കിലും അമ്മയോ വളർത്തമ്മയോ അവരിൽ നിന്നുണ്ടായ മോശം അനുഭവമായിരിക്കാം, അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്നെങ്കിലും ലൈക്ക് തേപ്പ് ഇട്ടിട്ടുണ്ടാവാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് എന്തില്ല, സ്ത്രീകളോട് ഒട്ടും ഇഷ്ടമില്ല, ഹെയ്റ്റ് ചെയ്യാണ്. സ്ത്രീകൾ എന്ന് വെച്ചാൽ വെറുപ്പാണ് അവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ മിസോഗിനിസ്റ്റ് എന്ന് പറയുന്നത്. മിസോഗമിസ്റ്റ് ആരാണ് അപ്പം? മിസോഗമിസ്റ്റ്, ഗമി എന്ന് പറയുമ്പം നമ്മൾ ഓർക്കേണ്ടത് മാരേജ് ആണ്. ഓക്കെ, ഗമി എന്ന് കണ്ടാൽ നമ്മൾ ഓർക്കേണ്ടത് മാരേജ് ആണ്. നമ്മൾ പോളിഗമി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പോളിഗമി എന്താണ്? ഒരുപാട് വൈഫ്സ് ഉണ്ടാവുക അല്ലെ, ഒരുപാട് പാർട്ട്നേഴ്സ് ഉണ്ടാവുക, അങ്ങനെയാണ് നമ്മൾ പോളിഗമി എന്ന് പറയുന്നത്. ഇപ്പൊ മിസോഗമിസ്റ്റ് ആരാണ്? ഇഷ്ടല്ല ഗമി, അതായത് മാരേജ് ഇഷ്ടല്ല അല്ലെ. മാരേജ് ഇഷ്ടമേ അല്ലാത്ത ആൾക്കാരെയാണ് മിസോഗമിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ ചിന്തിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, മാരേജ് എന്ന് പറയുന്നത് വെറും ഒരു ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. മാരേജ് എന്ന് പറയുന്നത് ആവശ്യമില്ല, മനുഷ്യന് ആവശ്യമേ ഇല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് മിസോഗമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാര്. ഗൈനക്കോളജിസ്റ്റ്. ആരാണ് ഗൈനക്കോളജിസ്റ്റ്? ഗൈനക്ക് നമ്മൾ പറഞ്ഞു വിമൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്?
സ്ത്രീകളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ട് സംബന്ധിച്ച അല്ലെങ്കിൽ സെക്സ് ഓർഗൻസുമായിട്ട് സംബന്ധിച്ച അസുഖങ്ങളെ പറ്റി പഠിക്കുകയും അതിന് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഡോക്ടറാണ് ആര്? ഗൈനക്കോളജിസ്റ്റ്. അപ്പൊ ആരാണ് ഒബ്സ്റ്റട്രീഷ്യൻ? നോക്കുക, ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയുന്നത് ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ, ഈ ചിത്രത്തിൽ കാണുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനെ ശുശ്രൂഷിക്കുകയും ബേബീസിനെ ഡെലിവർ ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഒബ്സ്റ്റട്രീഷ്യൻ എന്ന് പറയുന്നത്. അടുത്ത വേർഡാണ് പെഡഗോജി. എന്താണ് പെഡഗോജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? പ്രിൻസിപ്പിൾ ഓഫ് ടീച്ചിങ്. അതായത് പീഡിയ അല്ലെങ്കിൽ പെഡ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് കുട്ടികളെ കുറിച്ചാണ്. ഓക്കെ, കുട്ടികളുമായി ബന്ധപ്പെട്ടത്. ആ റൂട്ട് വേർഡിൽ നിന്നുമാണ് പെഡഗോജി എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ടീച്ചേഴ്സ് ടീച്ച് ചെയ്യുന്ന ആ തിയറി, അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൂടി ഈ ടീച്ച് ചെയ്യുന്ന ആ പ്രിൻസിപ്പിൾസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് പെഡഗോജി എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് പെഡഗോഗ് എന്ന് പറയുന്നത്? പെഡഗോജി പെഡഗോഗ് ഒന്നും മാറിപ്പോരുത്. പെഡഗോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നാരോ മൈൻഡഡ് ടീച്ചേഴ്സ് അല്ലെ, നെഗറ്റീവ് ഒരു മീനിങ് വരുന്ന വേർഡാണ് പെഡഗോഗ് എന്ന് പറയുന്നത്. നമ്മുടെ ചാക്കോ മാഷിനെ പോലെ ഭയങ്കര എന്താ പറയാ, ബോറിംഗ് ആയിട്ടുള്ള, ഫോമൽ ആയിട്ടുള്ള, പുരോഗമനമില്ലാത്ത അങ്ങനെയൊക്കെയുള്ള നാരോ മൈൻഡഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ വിളിക്കുന്നതാണ് പെഡഗോഗ്. പെഡഗോഗ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡെമഗോഗും കൂടി അറിയണം. എന്താണ് ഡെമഗോഗ് എന്ന് വെച്ചാല്? ആക്ച്വലി ഡെമോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് പീപ്പിള് അല്ലെങ്കിൽ പോപ്പുലേഷൻ, ജനങ്ങൾ എന്നുള്ളതാണ് അല്ലെ. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങള് തെരഞ്ഞെടുത്ത റെപ്രസെന്റേറ്റീവ്സ് നിർമ്മിക്കുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണ് ഡെമോക്രസി. ഡെമോഗോഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണ്. പക്ഷെ അയാൾ എന്താണ്? ആൾക്കാർക്ക് കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് ആൾക്കാരെ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കും. പക്ഷെ സ്വഭാവം എന്താണ്? അവരെ തെറ്റിദ്ധരിപ്പിക്കലാണ്. ശരിക്കും നാട്ടുകാർക്ക് നന്മ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലൊക്കെയാണ് അവര് നിൽക്കുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. പക്ഷെ അവർ ശരിക്കും ചെയ്യുന്നത് എന്താണ്? ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കലാണ്. മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി ആൾക്കാരെ പറ്റിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെമഗോഗ് എന്ന് പറയുന്നത്. ഡെർമറ്റോളജിസ്റ്റ്. ഇവിടെ നമ്മൾ നോക്കേണ്ട റൂട്ട് വേർഡ് ഏതാണ്? ഡേം. ഡേം എന്ന് വെച്ചാൽ എന്താണ്? സ്കിൻ എന്നാണ് അർത്ഥം. ഓക്കെ, ഡെർമ, ഡേം എന്നൊക്കെ പറഞ്ഞാൽ സ്കിൻ എന്നാണ്. നമ്മൾ എപ്പിഡെർമിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എപ്പിഡെർമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിന്നിന്റെ മുകൾ ഭാഗം. അപ്പം ഡേം എന്ന് പറയുന്നത് സ്കിൻ അസോസിയേറ്റഡ് ആണ്. അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് ആരാണ്? ആ, സ്കിന്നിന്റെ അസുഖങ്ങളൊക്കെ ചികിത്സിക്കുന്ന ആൾക്കാരാണ് അല്ലെ. മുഖത്ത് ഭയങ്കര പിമ്പിൾസ് ആണ്, ഭയങ്കര പെയിൻഫുൾ ആണ്, അതുപോലെ സ്കിന്നിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓടി ചെല്ലുന്ന ആരടുത്താണ്? ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഡെർമറ്റോളജിസ്റ്റ് എന്ത് ചെയ്യും? ഈ സ്കിൻ ഡിസീസിനൊക്കെ ട്രീറ്റ് ചെയ്യും. അതില് സ്കിൻ ഡിസീസസിൽ സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡെർമറ്റോളജിസ്റ്റ്. ടാക്സിഡേർമി, ഇതിലും ഉണ്ട് ഒരു ഡേം അല്ലെ. അപ്പൊ ഇതിലും എന്തോ സ്കിൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പൊ ടാക്സിഡേർമി എന്ന് പറഞ്ഞാല് ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ എന്താ ഉള്ളത്? ജീവനുള്ളത് പോലത്തെ ഒരു നായ്ക്കുട്ടി. പക്ഷെ അത് ശരിക്കും എന്താണ്? ജീവനുള്ളതല്ല, അതൊരു ആർട്ടിസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെയുള്ള നോക്ക്, the art of preparing, stuffing and mounting the skin of animals with life-like effect, അതിനെയാണ് നമ്മൾ ടാക്സിഡേർമി എന്ന് പറയാം. നമ്മള് ആനിമൽസിന്റെ സ്കിൻ ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു ജീവനുള്ള ആനിമലിനെ പോലെയുള്ള ഒരു എന്താ പറയാ, ഒരു ആർട്ട് ഉണ്ടാക്കി വെച്ചു, മൗണ്ട് ചെയ്ത് വെക്കും. അപ്പൊ എങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ജീവിയാണെന്ന്. പക്ഷെ അത് എന്തല്ല? റിയൽ അല്ല, അതൊരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ആർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സിഡേർമി. അടുത്ത വേർഡ് ആണ് പാക്കിഡേം. അപ്പൊ ഇതിലും എന്തുണ്ട്? ഒരു ടേം ഉണ്ട്. അപ്പൊ സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പാക്കിഡേം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽസ് ആണ്. നമ്മുടെ ആന, അതുപോലെ ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസേഴ്സ് പോലത്തെ ആനിമൽസിന് എന്താണ് പ്രത്യേകത? അവരുടെ സ്കിന്ന് ഭയങ്കര കട്ടിയുള്ളതായിരിക്കും, തൊലിക്കട്ടിയുള്ളതായിരിക്കും അല്ലെ. തൊലിക്കട്ടി, ഹിപ്പോപ്പൊട്ടാമസിന്റെ തൊലിക്കട്ടി എന്നൊക്കെ പറയൂലേ. തൊലിക്കട്ടിയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? പാക്കിഡേം. നല്ല കട്ടിയുള്ള സ്കിന്നാണ് പാക്കിഡേം എന്ന് പറയുന്നത്. ഓക്കെ, നല്ല കട്ടിയുള്ള സ്കിന്നുള്ള ആനിമൽസിന് എന്തുണ്ട്? പാക്കിഡേം ആണ് അവരുടെ സ്കിന്ന്. ഒപ്താൽമോളജിസ്റ്റ്. ആരാണ് ഒപ്താൽമോളജിസ്റ്റ്? കണ്ണ് ഡോക്ടർ. ഓക്കെ, കണ്ണ് സംബന്ധിക്കുന്നതായ ഐ ഡിസോർഡേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒപ്താൽമോളജിസ്റ്റ്. ട്രീറ്റ്മെന്റ് ഓഫ് ഐ.
അത് മാത്രമല്ല ഇവരെന്ത് പെർഫോം ചെയ്യും? സർജറി പെർഫോം ചെയ്യും. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സർജറി പെർഫോം ചെയ്യുന്നത് ആരാണ്? കണ്ണിന്റെ സർജറി നടത്തുന്നത് ഒപ്താൽമോളജിസ്റ്റ് ആണ്. അപ്പൊ അവര് ഐ ഡിസോർഡേഴ്സ് അല്ലെ, കണ്ണിന്റെ ഡിസോർഡേഴ്സിലെ സ്പെഷ്യലിസ്റ്റുകളാണ്. അവർക്ക് സർജറിയും നടത്താൻ പറ്റും. അപ്പം ഒപ്റ്റോമെട്രിസ്റ്റ് ആരാണ്? ഒപ്റ്റോമെട്രിസ്റ്റും എന്ത് തന്നെയാണ് ചെയ്യുന്നത്? പ്രൈമറി ഹെൽത്ത് കെയർ പ്രാക്ടീഷണേഴ്സ് ആണ്. കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. പക്ഷെ അവരെന്ത് ചെയ്യില്ല? അവർ സർജറി ചെയ്യില്ല. ഓക്കെ, കണ്ണിനെ ടേക്ക് കെയർ ചെയ്യും, പക്ഷെ സർജറി അവർ ചെയ്യില്ല. അപ്പോഴാരാണ് ഈ ഒപ്റ്റീഷ്യൻ? ഒപ്റ്റീഷ്യൻ എന്ന് പറയുമ്പോൾ ഒപ്താൽമോളജിസ്റ്റും ഒപ്റ്റോമെട്രിസ്റ്റും കണ്ണടക്ക് എഴുതി കൊടുത്താല് ഒരു കണ്ണിന് എന്തെങ്കിലും ഷോർട്ട് സൈറ്റോ ഫാസ്റ്റ് സൈറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? കണ്ണട എഴുതി കൊടുക്കും. അങ്ങനെ കറക്റ്റീവ് ലെൻസസ് നമുക്ക് ചൂസ് ചെയ്ത് തരുന്നവരാണ് ഒപ്റ്റീഷ്യൻസ്. ഓക്കെ, അടുത്ത വേർഡാണ് ഓർത്തോപീഡിസ്റ്റ്. അപ്പൊ നമ്മൾ ഓൾറെഡി പേഡ് എന്നുള്ള റൂട്ട് വേർഡ് കണ്ടു. ചിൽഡ്രൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അല്ലെ, പീഡിയാട്രീഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ ഓർത്തോ എന്നുള്ള വേർഡ് എന്താണ്? ഓർത്തോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് എന്നാണ് അതിന്റെ അർത്ഥം. പണ്ട് കാലത്ത് ഇപ്പൊ കുട്ടികളുടെ ഇപ്പൊ എല്ലൊക്കെ വളഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ സ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നവരായിരുന്നു ഓർത്തോപീഡിസ്റ്റ്. പക്ഷെ ഇപ്പൊ നമ്മള് ബോൺസിനെയും ജോയിൻസിനെയും, ബോൺസ് അല്ലെ സ്കെലിറ്റൽ സിസ്റ്റം, അതുപോലെ ജോയിൻസ് ഒക്കെ മസിൽ സിസ്റ്റത്തിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നടത്തുന്നവരെയാണ് ഓർത്തോപീഡിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ആരാണ് ഓർത്തോഡോണ്ടിസ്റ്റ്? നമ്മുടെ പല്ലൊക്കെ നിരതെറ്റിയ പല്ലാണെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ചെയ്ത് സൂപ്പർ ആക്കി തരും അല്ലെ. പല്ലൊക്കെ കമ്പിട്ട് തരുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോഡോണ്ടിസ്റ്റ്. ഓക്കെ, പല്ല് നിരയാക്കി തരും. മിസ് അലൈൻഡ് ടീത്തിനെ, മാൽ പൊസിഷൻഡ് ടീത്തിനെ കറക്റ്റ് ചെയ്ത് തരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർത്തോഡോണ്ടിസ്റ്റ്. അടുത്തതാണ് കാർഡിയോളജിസ്റ്റ്. കാർഡിയാക് എന്നൊക്കെ പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഹാർട്ട് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തതിനാണ് നമ്മൾ എന്താ പറയാ? കാർഡിയോ. അപ്പൊ കാർഡിയോളജിസ്റ്റ് ആരാണ്? ഹാർട്ട് ഡിസോർഡേഴ്സ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് കാർഡിയോളജിസ്റ്റ്. ഇനി അടുത്തത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, മാറിപ്പോകരുത്. കാർഡിയോഗ്രാമും അതേപോലെ തന്നെ കാർഡിയോഗ്രാഫും. കാർഡിയോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് ബീറ്റിന്റെ ഇമ്പൾസസ് ഒക്കെ എടുത്തിട്ടുള്ള ആ റെക്കോർഡിനെയാണ് നമ്മൾ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ കാർഡിയോഗ്രാഫ് എന്തിനാ? ഈ കാർഡിയോഗ്രാം കിട്ടുന്നത് എവിടെ നിന്നാണ്? കാർഡിയോഗ്രാഫ് എന്നാണ്. കാർഡിയോഗ്രാഫ് എന്താണ്? ഇൻസ്ട്രുമെന്റ് ദാറ്റ് പ്രൊഡ്യൂസസ് കാർഡിയോഗ്രാം. കാർഡിയോഗ്രാം ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് കാർഡിയോഗ്രാഫ്. അപ്പൊ കാർഡിയോഗ്രാഫ് എന്ത് ചെയ്യും? നമ്മളെ ഹാർട്ട് ബീറ്റിനെ, അതിന്റെ ഇമ്പൾസസിനെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഹൃദയ നോർമൽ ആണോ ആ ബീറ്റ് എന്നൊക്കെ നോക്കും. ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ നോർമൽ ആയിട്ടാണോ നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുന്നത് കാർഡിയോഗ്രാഫ് ആണ്. കാർഡിയോഗ്രാഫ് ഉണ്ടാക്കി കൊടുക്കുന്ന ആ റെക്കോർഡ്സിനെയാണ്, അതിന്റെ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ പറയുന്നത് കാർഡിയോഗ്രാം എന്ന്. ന്യൂറോളജിസ്റ്റ്. ന്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്? നെർവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, നെർവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടതാണ് ന്യൂറോ എന്ന് പറഞ്ഞാൽ. അപ്പൊ ന്യൂറോളജിസ്റ്റ് ആരായിരിക്കും? നെർവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ച് അതിന്റെ ഡിസീസസ് ഒക്കെ ഡയഗ്നോസ് ചെയ്യുകയും അതിന്റെ ട്രീറ്റ്മെന്റ് തരികയും ചെയ്യുന്നവരെയാണ് നമ്മൾ ന്യൂറോളജിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നെർവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡും ഉൾപ്പെട്ട ആ നെർവ് സിസ്റ്റം മൊത്തത്തിൽ ഇവര് കൈകാര്യം ചെയ്യും. അതാണ് ന്യൂറോളജിസ്റ്റ്. ഓക്കെ, നെർവ് സിസ്റ്റത്തിനെ കൈകാര്യം ചെയ്യുന്നവരാണ്. ന്യൂറൈറ്റിസ് എന്താണ്? അതിലും ഒരു ന്യൂർ ഉണ്ടല്ലേ, ന്യൂറോ അല്ലെങ്കിൽ ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞാല് നെർവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഫ്ലമേഷൻ ഓഫ് പെരിഫറൽ നെർവ്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിപ്പോ വലിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും. എന്താണ്? നീര് വെച്ചിട്ട് ചുവന്ന് അങ്ങനെയൊക്കെ വരുന്നതിനാണ് ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയാം. ഒരു മെഡിക്കൽ കണ്ടീഷൻ അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ ഓഫ് നെർവിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതിനാണ് ന്യൂറൈറ്റീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു ഡിസീസ് ആണ്. ഇനി എന്താണ് ന്യൂറോസിസ് എന്ന് പറഞ്ഞാല്? മെന്റൽ ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ ആങ്സൈറ്റി, ഡിപ്രഷൻ അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോ തന്നെ ഭയങ്കര ആങ്സൈറ്റി ആണ്, ഭയങ്കര ഡിപ്രഷൻ ആണ്, ഉറക്കമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയാണ് എന്ത്? ന്യൂറോസിസ് എന്ന് പറഞ്ഞാല്. ഓക്കെ, അതൊരു ടൈപ്പ് ഓഫ് മെന്റൽ ഡിസോർഡർ ആണ്. ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ വന്ന് വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്നതാണ് എന്ത്? ന്യൂറോസിസ്. അപ്പൊ നമുക്ക് ഡെയിലി യൂസിനും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ്, വൊക്കാബ്സ് ആണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വേർഡ്സ് കാണാം.
അപ്പം ചാനലിന്റെ പുതിയ അപ്ഡേറ്റ്സ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.